അധികം മെഷർമെൻ്റ് ഒന്നും ഇല്ലാതെ ഒറ്റൊരു കട്ടിൽ നമുക്ക് എങ്ങനെ കോട്ട് കോളർ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ തുണി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നിന്നായിട്ട് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നോർമൽ ആം ഹോളും അതുപോലെ ഷോൾഡറും ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക. നമ്മുടെ ഷോൾഡർ സ്ലോപ്പൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോൾഡറും ആം ഹോളും ഒക്കെ നമ്മൾ നോർമലി വെട്ടിയെടുക്കുന്ന പോലെ വെട്ടിയെടുക്കുക. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കൊടുത്തുന്ന ഒരു 2.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു കട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വശത്താണ് തുണി ഇരിക്കുന്നത്. ഇനി നമുക്കിത് നേരെ ഇതുപോലെ തന്നെ നേരെ നല്ല വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. ഇപ്പം നല്ല വശം ഫേസ് ടു ഫേസ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ എഡ്ജ് ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് പോയ ഭാഗം അടക്കം നമുക്ക് ആ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കോർണറൊക്കെ എത്തുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നിർത്തിയിട്ട് ആ ഷേപ്പ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമ്മളുടെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് മറിച്ചിടുമ്പോഴേക്കും നമ്മുടെ കോട്ട് കോളർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഫിനിഷ് ആൻഡ് നീറ്റ് ലുക്ക് കിട്ടാനായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്